ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പൊങ്കൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രവിയേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കാൻ കേട്ടോ, വീട്ടിലുള്ള എല്ലാ ആളുകളും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, മോളെ ശ്രുതി, മോളുടെ ഇളയച്ചൻ പുറപ്പെട്ട് കാണില്ലേ, അങ്ങോട്ട് വരില്ല ഇളയച്ചൻ എന്ന് പറയുമ്പോൾ പുറപ്പെട്ട് കാണും, എന്തായാലും ഇപ്പോൾ ബസ് കയറി ഉണ്ടാവുമെന്ന് ശ്രുതി അറിയാതെ പറയാൻ കേട്ടോ. അപ്പോൾ സച്ചി, എന്ത് മലേഷ്യയിൽ നിന്ന് ബസ് കയറിയോ? അല്ല മലേഷ്യയിൽ നിന്ന് ബസ് ഉണ്ടോ അച്ഛൻ്റെ വീട്ടിലേക്ക്? സച്ചി, നീ ഒന്നും മിണ്ടാതിരുന്നടാന്ന് രവിയേട്ടൻ പറയാൻ കേട്ടോ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഇളയച്ചൻ എന്താണ് വിചാരിക്കുക? അങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് രവിയേട്ടൻ ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ഞാനൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ല അച്ഛാ, ഇവരെ കണ്ടാൽ തന്നെ ആ ഇളയച്ചന് മനസ്സിലാവും ഇവർ അസലൊരു ഫ്രോഡാണെന്ന്. പിന്നീട് നമ്മുടെ സച്ചി ഇങ്ങനെ വണ്ടി ഓടിച്ച് വരികയാണ്, രേവതിനെ ഇങ്ങനെ റൊമാൻസ് ആയിട്ട് നോക്കണൊക്കെ ഉണ്ട്. ബാക്കിലാണെങ്കിൽ രവിയേട്ടനും ചന്ദ്രമതി എല്ലാ ആളുകളൊക്കെ ഉണ്ട്. ശ്രുതിയാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ടാണ് കാറിലിരിക്കണത് കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കണേ, എന്താ ശ്രുതി നീ വല്ലാതെ ടെൻഷനായിട്ടിരിക്കണത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിക്കുക. ഇല്ലില്ല, അതല്ല നിൻ്റെ ഇളയച്ചൻ വരില്ലേ അങ്ങോട്ട്? വരും. അത് കേട്ടാൽ മതി എന്ന് പറയുകയാണ് ശ്രുതി. അങ്ങനെ നമ്മുടെ രവിയേട്ടൻ്റെ വീട്ടിലേക്ക് പൊങ്കൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ എല്ലാവരും.